സ്കൂൾ പുസ്തകങ്ങളുടെ അച്ചടിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പാഠപുസ്തകങ്ങൾ മെയ് 29-നകം സ്കൂളുകളിൽ എത്തിച്ചേരും. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. പുസ്തകങ്ങൾ അച്ചടി ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. വിതരണവും നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇന്നലെ ചില ബുക്ക് ഡിപ്പോകളിലൊക്കെ പോയി അവർ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണെന്ന് പരിശോധിച്ചു. അപ്പോൾ ഏറെക്കുറെ സംതൃപ്തിയുള്ള രീതിയിലാണ് പുസ്തക വിതരണം നീങ്ങുന്നത്. ഈ 29-നകം എല്ലാ സ്കൂളുകളിലും ആവശ്യമായ പുസ്തകങ്ങളെത്തും. അതെ, പുസ്തകങ്ങൾ സ്കൂളിലെത്തും. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. സച്ചിൻ, വലിയ തരത്തിൽ ആശങ്കയായിരുന്നു ഈ സ്കൂൾ പുസ്തകങ്ങളുടെ വിതരണത്തെ സംബന്ധിച്ച്. എന്നാൽ അത്തരം പ്രശ്നങ്ങൾ, അത്തരം ആശങ്കകൾ ഒന്നും വേണ്ട എന്നാണോ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്? പ്രധാനമായും സർക്കാർ മാറിയതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പുസ്തകം അച്ചടി ഒരു പ്രതിസന്ധിയിലായത് എന്നാണ് നിലവിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള എൻ ഷംസുദ്ദീൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 29-നകം പാഠപുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് സ്കൂളുകളിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അതിൻ്റെ ഭാഗമായി പ്രിന്റ് ചെയ്യുന്ന ശാലകളിലും അതേപോലെ തന്നെ ഡിപ്പോകളിലെല്ലാം മന്ത്രി സന്ദർശനം നടത്തി എന്നും വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഉദ്യോഗസ്ഥരുമായി ഇന്നലെ യോഗം ചേർന്നുകൊണ്ട് ഈ പ്രാഥമികമായുള്ള കാര്യങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CBSE റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടത്തുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും CBSE സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനാൽ തന്നെ സർക്കാരിന് ഇടപെടുന്ന കാര്യത്തിൽ പരിമിതിയുണ്ട്. എന്തായാലും സർക്കാർ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക സർക്കാരിന് എന്ന കാര്യം സൂചിപ്പിക്കുകയും മന്ത്രി ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്കൂൾ തുറക്കാൻ വേണ്ടിയുള്ള എല്ലാ പൂർണ്ണമായ സജ്ജീകരണങ്ങളും സജ്ജമായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്.